കഴിഞ്ഞ ദിവസമാണ് ICC പുതുക്കിയ T20 റാങ്കിംഗ് പുറത്തുവിട്ടത്. മികച്ച ടീമുകളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് ഉണ്ടായത്. ലോകകപ്പിൽ നിർണായക പ്രകടനം പുറത്തെടുത്തതിന് പിന്നാലെ ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തി ഹർദിക് പാണ്ഡ്യ. 7 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ ഇന്ത്യൻ താരം അക്സർ പട്ടേൽ 12ാം സ്ഥാനത്താണ്. ബൗളർമാരിൽ 1 സ്ഥാനം മെച്ചപ്പെടുത്തിയ അക്സർ പട്ടേൽ 7ാമതെത്തി. 3 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയ കുൽദീപ് യാദവ് 9ാം സ്ഥാനത്തുമുണ്ട്. 12 സ്ഥാനങ്ങൾ കടന്ന് ജസ്പ്രീത് ബുംറ 12ാമനായി. അർഷ്ദീപ് സിംഗ് തൊട്ടു പിന്നിലുമുണ്ട്. 4 സ്ഥാനങ്ങളാണ് അർഷ്ദീപ് മെച്ചപ്പെടുത്തിയത്. ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ രസകരമായ മറ്റൊരു കാര്യമുണ്ടായിരുന്നു. ICCയുടെ പട്ടിക പ്രകാരം ഇന്ത്യയുടെ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയേക്കാൾ മുന്നിലാണ് സീനിയർ ബാറ്ററായ വിരാട് കോഹ്ലി. 95ാം സ്ഥാനത്താണ് ജഡേജ. അദ്ദേഹത്തേക്കാൾ 10 സ്ഥാനം മുന്നിലാണ് കോഹ്ലി. 85ാം റാങ്കിലുള്ള കോഹ്ലിക്ക് പിന്നിലാണ് ആഷ്ടൺ അഗർ. പിന്നാലെ വെസ്റ്റ് ഇൻഡീസിലെ ഒഡെയ്ൻ സ്മിത്തും ന്യൂസിലൻഡിലെ മാർക്ക് ചാപ്മാനും ദക്ഷിണാഫ്രിക്കയിലെ കേശവ് മഹാരാജും ന്യൂസിലൻഡിലെ ഡാരിൽ മിച്ചലും തുടങ്ങിയ താരങ്ങളുമുണ്ട്. ഇതിലെ അത്ഭുതമെന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ 8 വർഷത്തിനിടെ കോഹ്ലി T20യിൽ പന്ത് പോലും എറിഞ്ഞിട്ടില്ല. ഇതുവരെ 25.2 ഓവറുകളിൽ 4 T20 വിക്കറ്റുകൾ മാത്രമാണ് കോഹ്ലി നേടിയത്. അതേസമയം ലോകകപ്പിൽ ഹർദിക് പുറത്തെടുത്ത പ്രകടനമാണ് താരത്തെ ഒന്നിലെത്തിച്ചത്. ലോകകപ്പിൽ 11 വിക്കറ്റും 144 റൺസും നേടിയ ഹർദിക് ഇന്ത്യയുടെ എക്സ് ഫാക്ടറായിരുന്നു. 2 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് ഹർദിക് ഒന്നിലെത്തിയത്. ശ്രീലങ്കൻ ക്യാപ്റ്റൻ വാനിന്ദു ഹസരംഗ, അഫ്ഗാനിസ്ഥാന്റെ മുഹമ്മദ് നബി എന്നിവരെ മറികടന്നാണ് ഹാർദിക്കിന്റെ നേട്ടം. നബി 6ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു. ഹസരംഗ 2ാം സ്ഥാനത്ത് തുടരുന്നു. ഓസ്ട്രേലിയയുടെ മാർക്സ് സ്റ്റോയിനിസ്, സിംബാബ്വേയുടെ സിക്കന്ദർ റാസ, ബംഗ്ലാദേശിലെ ഷാക്കിബ് അൽ ഹസൻ എന്നിവരാണ് 3 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങളിൽ. ഇവരെല്ലാം ഓരോ സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി. ദീപേന്ദ്ര സിംഗ് ഐറി, ലിയോ ലിവിങ്സൺ, നേപ്പാളിലെ ദീപേന്ദ്ര സിംഗ് ഐറി, ഇംഗ്ലണ്ടിലെ ലിയാം ലിവിങ്സ്റ്റൺ, ദക്ഷിണാഫ്രിക്കയിലെ എയ്ഡൻ മാർക്രം, ഇംഗ്ലണ്ടിലെ മൊയിൻ അലി എന്നിവരെ 7 മുതൽ 10 വരെയുള്ള സ്ഥാനങ്ങളിലുമുണ്ട്.